ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. ദിവാലിയാണ്. വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്തു. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് അത് കാണുമ്പോൾ അത് ആസ്വദിക്കുമ്പോഴേ എൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഞാൻ ഈ വോയിസ് ഇട്ട് അത് കുളമാക്കുന്നില്ല. ഫെസ്റ്റ് വൈബല്ലേ. വീട് മൊത്തം ഭയങ്കര രസമായി. ആരും ഹാപ്പി. ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് പൂജ ചെയ്തു. മഹാലക്ഷ്മി അമ്മയും ഗണപതി ഭഗവാന്റെയും. എന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. മോളും എടുക്കുന്നുണ്ട്. ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുത്തു കേട്ടോ, എൻ്റെ ഭംഗി ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കാൻ പോയി. ഞാനൊരു സാധനം വാങ്ങിച്ചാട്ടോ ബ്രോഡ്വേന്ന്. ലോലിപോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചാണ്, എൻ്റെ വീഡിയോയിലുണ്ട് ലോലിപോപ്പ്. ഇങ്ങനെ പല കളറിലായിരിക്കുന്നത് കേട്ടോ. അത് കൈ പിടിച്ച് ഇങ്ങനെ കത്തിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അബദ്ധമായി പോയി തോന്നുന്നു. നമുക്ക് ബാൽക്കണിയിലൊന്നും വെച്ചിട്ട് അതങ്ങോട്ട് കത്തിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പൊട്ടിത്തെറിയും. മോൻ തന്നെ പേടിച്ചു പോയി കത്തിച്ചിട്ട്. അത്ര പൊട്ടിത്തെറിയായിപ്പോയി. അതിന് കയ്യിൽ പിടിച്ചു വെക്കുമ്പോൾ കയ്യിലൊക്കെ തെറിക്കുമായിരുന്നു വല്ലാണ്ട്. ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ട് ലോലിപോപ്പ് പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വന്നുമില്ല. ഒരുപാട് കയ്യിൽ തെറിക്കുമായിരുന്നു. ലാസ്റ്റ് അവൻ അത് താഴെ ഇട്ടിട്ടാണ് ബാക്കി കത്തി തീർന്നത്. അങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി ആരും ഇത് വാങ്ങിക്കരുത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് ചെയ്താൽ ഓക്കെയാണ്. അല്ലെങ്കിൽ കയ്യിൽ മൊത്തം തെറിക്കുന്നത്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ലോലിപോപ്പ് ഭയങ്കര വിലയായിരുന്നു. 250 റുപ്പീസ് എങ്ങാണ്ടോ. എന്നിട്ട് ഭയങ്കര കാശ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കമ്പിത്തിരി ഉണ്ടല്ലോ അത് ചെയ്തു. എന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ അത്രയൊക്കെ പറ്റുള്ളൂ. കുഞ്ഞിന് ഒരു ഫീല് വരണം, ദിവാലി ഫീല് വരണം. അതിന് വേണ്ടിയിട്ട് കമ്പിത്തിരി വാങ്ങിച്ചു. ഇഷ്ടമാതിരി വാങ്ങിച്ചായിരുന്നു. അതൊന്നും തീർന്നില്ല. ഒരു പാക്കറ്റ് കത്തിച്ച് തീർത്തു കമ്പിത്തിരി എല്ലാവരും കൂടി. അങ്ങനെ ഞങ്ങൾ ദിവാലി സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും ഈ പടക്കവും കമ്പിത്തിരിയൊക്കെ വരുമ്പോഴാണ് ദിവാളിയാന്ന് തോന്നുള്ളൂ. അല്ലാതെ അതൊരു പൂർണ്ണത എത്തില്ല. അത് കഴിഞ്ഞ് പാറുവിന് ഭയങ്കര പേടിയായിരുന്നു ആദ്യത്തെ ആ പടക്കം പൊട്ടുന്നത് കണ്ടപ്പോൾ. അപ്പം അവളെ വിളിച്ച് ഞാനൊരു കമ്പിത്തിരി കത്തിക്കാട്ടോ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ അത് കത്തിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല സ്വാദിഷ്ടമായ നോർത്ത് ഇന്ത്യൻ ഭട്ടൂര ചോലയുടെ പുറത്തിരുന്നത് കണ്ടോ. ചൂല എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ. നല്ല രസ്മലായി, വീട്ടിലുണ്ടാക്കിയ രസ്മലായി ദഹിവട, മീഠ ചട്നിയൊക്കെ ഇട്ടിട്ടുള്ള ദഹിവട ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും നല്ല വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ഭയങ്കര അപ്പോഴാണ് ആഹാരം കൂടി വന്നപ്പോഴാണ് ദിവാലിയുടെ കംപ്ലീറ്റ് ഒരു സെലിബ്രേഷൻ ആയത്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ദിവാലി എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ.